എടാ അമലെ, ഇതുപോലത്തെ ഫ്ലെക്സുകളൊക്കെ ചെയ്യുമ്പോൾ വലിയ സൈസിലല്ലേ ഈ നമ്മുടെ ഔട്ട് എടുക്കുന്നത്, അതായത് PDF ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ചെറിയ സൈസിലോട്ട് ആക്കാൻ പറ്റും? അത് സിമ്പിളല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് 5 ഫീറ്റും 8 ഫീറ്റും ഉള്ള ഒരു ഫ്ലെക്സ് ആണെങ്കിൽ നമ്മൾ ഫീറ്റിൻ്റെ കണക്കിൽ തന്നെ 5 ഇഞ്ചും 8 ഇഞ്ച് ഹൈറ്റുള്ള ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ 400 റെസൊല്യൂഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ പുതിയ വർക്കൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇലിസ്ട്രേറ്ററിൽ വന്ന് ഒറിജിനൽ സൈസിൽ 5 അടി 8 ഇഞ്ച് ഫീറ്റിനകത്ത് പുതിയൊരു ക്യാൻവാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ദെൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന PDF ഇലിസ്ട്രേറ്റർ ഓൺ ചെയ്യാം. ഓൺ ആക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഷീറ്റിലേക്കുള്ള ക്യാൻവാസിലേക്ക് ഈ PDF വലിച്ചിട്ടതിന് ശേഷം അത് പ്രോപ്പറായിട്ട് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളതിനെ PDF ആയിട്ട് സേവ് ചെയ്യണം. PDF ആയിട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഹൈ പ്രിൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ പ്രിഫർ ഇലിസ്ട്രേറ്റർ എഡിറ്റിംഗ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞ ആ ചെക്ക് ബോക്സ് അൺടിക്ക് ചെയ്യുക. ദെൻ PDF ആയിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ വലിയ ഷീറ്റിലുള്ള ഫ്ലെക്സുകൾ നമ്മൾ വളരെ ചെറിയ സ്കെയിലിൽ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഡിസൈനിങ്ങായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതുപോലെ